എന്തെല്ലാം ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിന്. അതായത് UDF അധികാരത്തിൽ വന്നാൽ പ്രവാസികൾക്ക് എക്സിറ്റ് അടിച്ചു വരുന്ന പ്രവാസികൾക്ക് പലിശയില്ലാതെ എന്തെങ്കിലും വായ്പ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരുപാട് കമൻറ്റുകളുണ്ട് കേട്ടോ. ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ഒരാൾ പറഞ്ഞത് വളരെ സത്യമാണ്. ഞങ്ങൾ എല്ലാം മതിയാക്കിയിട്ട് നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. പിന്നീട് പറഞ്ഞവർ ഉസ്താദുമാർക്ക് അവർക്ക് എന്തെങ്കിലും ഒരു പെൻഷൻ കിട്ടാനൊരു വഴി ഉണ്ടെങ്കിൽ അതൊരു ഉപകാരമായി പോകട്ടായിരുന്നു എന്നൊക്കെ. ഇതിലെനിക്ക് മനസ്സിലായത് ഈ രണ്ട് കാര്യം നിർബന്ധമായിട്ടും വേണ്ടതാണ് എന്നാണ്. കാരണം സാധാരണക്കാരനായ പ്രവാസിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇവിടെ ബിസിനസ്സും നാട്ടിൽ അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളൊന്നും ഇല്ല പ്രവാസികളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. സാധാരണക്കാരനായ പ്രവാസിക്ക് ചിലപ്പോൾ 20-25 വർഷമൊക്കെ നിന്നിട്ട് മക്കളെ കെട്ടിക്കൽ, വീടെടുക്കൽ, അല്ലെങ്കിൽ പെങ്ങന്മാരെ കെട്ടിക്കൽ, അങ്ങനെ ലോണ് കാര്യങ്ങളൊക്കെ ആയ കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവാസികളുണ്ട് കേട്ടോ. അവരൊക്കെ 20-25 വർഷമായിട്ട് പിന്നീട് കമ്പനിക്ക് പ്രായം കൂടി ഇനി അതൊന്നും ചെയ്യാൻ പറ്റൂല, വിസയൊക്കെ പുതുക്കാൻ പറ്റൂല, അതുകൊണ്ട് എക്സിറ്റ് അല്ലാതെ വേറൊരു മാർഗമില്ല, നിങ്ങൾ നാട്ടിൽ പോകണമെന്ന് പറയുന്ന സമയത്ത് ഒരു വർഷമെങ്കിലും തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട് കേട്ടോ. 25 വർഷം നിന്നിട്ടും ഒന്നും ആയിട്ടില്ല, എങ്കിലും ഒരു വർഷമെങ്കിലും തരുമെങ്കിൽ എൻ്റെ കടം വീട്ടാമായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. പക്ഷെ അവരോട് കമ്പനി പറയും പ്രായം കൂടി, ഇനി വിസ അടിക്കാൻ പറ്റൂല, ഇനി എക്സിറ്റ് അല്ലാതെ വേറൊരു മാർഗ്ഗവും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ വളരെ സങ്കടത്തോടു കൂടി നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. പക്ഷെ അവർക്ക് പ്രായമായിട്ടുണ്ടാവും. നാട്ടിലേതെങ്കിലും ഷോപ്പിൽ അവിടെ ഇവിടെ പോയാൽ ആരും ജോലി കൊടുക്കില്ല. പിന്നീട് അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന ജോലി എന്താണെന്ന് അറിയാം, ഹാരിസിൻ്റെ പണിയായിരിക്കും. ചിലപ്പോൾ മക്കളുണ്ടാവില്ല, എല്ലാം പെൺകുട്ടികളായിരിക്കും, കെട്ടിച്ച് വിട്ടവരായിരിക്കും. ചിലപ്പോൾ ആ മക്കളില്ലവരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയും. അവരും പറയും ഞങ്ങളുണ്ട് വാപ്പ എന്നൊക്കെ പറയും. നോക്കുന്നവരുണ്ട്, മക്കൾക്ക് നല്ല ജോലിയാണെങ്കിൽ എല്ലാം ചെയ്യുന്നവരുണ്ട്. പക്ഷെ മക്കളൊരു സാധാരണക്കാരനാണെങ്കിൽ ചിലപ്പോൾ ബാപ്പാൻ്റെ കാര്യം മുന്നോട്ട് പോകില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ബാപ്പാക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ മക്കളുടെ അടുത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബാപ്പ വിചാരിക്കും നമ്മൾ വേണ്ടായിരുന്നു, എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് വേണമായിരുന്നു, കാരണം മക്കളെ ആശ്രയിക്കേണ്ടതെന്ന്. അതേ സ്ഥാനത്ത് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി മക്കളത്തേക്കോ അല്ലെങ്കിൽ വീട്ടിൽ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് പോകാനൊക്കെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മളതൊരു സന്തോഷമാണ്. കാരണം എന്താണെന്നറിയാം, പ്രവാസി എന്ന് പറഞ്ഞാൽ തന്നെ പ്രവാസ ലോകത്ത് വന്നു കഴിഞ്ഞാൽ കുടുംബങ്ങളായിട്ടും ബന്ധങ്ങളായിട്ടും കൂടുതൽ ടച്ചുള്ളതാണ് പ്രവാസി അല്ലേ. അങ്ങനെയുള്ള പ്രവാസികൾക്ക് വേണ്ടി നമ്മുടെ സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും എന്നാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. പിന്നെ അതിലൊരു ചങ്ങായി പറഞ്ഞിട്ടുണ്ട്, വേറെ ഏത് സർക്കാർ വന്നു കഴിഞ്ഞാലും പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇത് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. അപ്പോൾ ഏത് ഭരണം കേരളത്തിൽ വന്നു കഴിഞ്ഞാലും പ്രവാസികൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കണം. പലിശയില്ലാത്തൊരു വായ്പ, ഒരു 5 ലക്ഷം എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടിക്കിൽ, വെറുതെ കയ്യിൽ കൊടുക്കാനല്ല. ഒരു സ്ഥാപനം തുടങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടിക്കിലാണെങ്കിൽ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എല്ലാം ക്ലിയർ ആണെങ്കിൽ ഇത്ര കൊല്ലം കൊണ്ട് അടച്ചു തീർക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാനുള്ള ഒരു പദ്ധതിക്ക് വേണ്ടി സർക്കാർ അത് കൊടുക്കണം എന്നാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നോർക്കയുണ്ടല്ലോ, നോർക്ക കൊല്ലമൊക്കെ നമ്മൾ മാസാമാസം കെട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾക്ക് കിട്ടുക. വർഷത്തിൽ ഇത്ര പൈസ കെട്ടണം. അത് 5 വർഷമായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ കിട്ടും. അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നതല്ല, അങ്ങനെയൊക്കെ ഉണ്ട് സംവിധാനം. പക്ഷേ ഇങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും ഒന്ന് തുടങ്ങണം, ഒരു 5 ലക്ഷം 4 ലക്ഷം 3 ലക്ഷം ഒന്നിച്ച് തരാൻ നോർക്കേൻ്റെ അവർ തയ്യാറല്ല കേട്ടോ. അതും ഈ നോർക്ക തരും എന്ന് പറഞ്ഞ സഹോദരന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. പിന്നെ പറഞ്ഞത് ഉസ്താദുമാരുടെ കാര്യത്തിലാണ് കേട്ടോ. അത് വളരെ ശരിയാണ്. അവരൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്ന സമയത്ത് ജോലി ചെയ്ത് പള്ളിക്കലും അവിടെ ഇവിടെയൊക്കെ ചെയ്യും. പിന്നീട് ഒരു ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ സ്വന്തം ആവശ്യത്തിന്, അതാണ് ഞാൻ പറഞ്ഞത്, പ്രവാസി ആയാലും അതല്ലെങ്കിൽ ഉസ്താദുമാരായാലും അതല്ലെങ്കിൽ ആരായിക്കഴിഞ്ഞാലും പ്രായമാകുമ്പോൾ സ്വന്തമായിട്ട് കയ്യിലൊരു രൂപയില്ല ഉണ്ടെങ്കിൽ, നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പെൻഷൻ കിട്ടുകയാണെങ്കിൽ അത് വളരെ ഉപകാരമല്ലേ. അതുകൊണ്ട് എല്ലാവരോടും സ്നേഹം മാത്രം. നിങ്ങൾ കഴിവിൻ്റെ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക. കാരണം എവിടെയെങ്കിലും എത്തി ആരുടെയെങ്കിലും മുന്നിലെത്തി പറയുന്നത് ശരിയാണ്, നമ്മൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരമാവും. അപ്പോൾ എല്ലാവരോടും
സ്നേഹം മാത്രം.